ജോസ് കെ മാണിയെ ഇടതുമുന്നണിക്ക് വേണ്ട. വിറകുവെട്ടിയും വെള്ളം കോരിയും എത്ര നാൾ? ഒഴിവു വരുന്ന രാജ്യസഭാ സീറ്റിൽ ഒരെണ്ണം കേരള കോൺഗ്രസിന് വേണമെന്ന ആവശ്യം നടക്കാൻ ഒരു സാധ്യതയുമില്ലെന്ന സൂചനകളാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്നത്. CPIയും കേരള കോൺഗ്രസ് എമ്മും നോട്ടമിടുന്ന രാജ്യസഭാ സീറ്റിൽ CPM മുൻഗണന നൽകുന്നത് CPIക്ക് തന്നെയാകും. രാജ്യസഭാ സീറ്റിന് പകരം ജോസ് കെ മാണിക്ക് എന്ത് സ്ഥാനം നൽകുമെന്ന ചോദ്യത്തിന് ഇനിയും കൃത്യമായി ഉത്തരമായിട്ടില്ല. ജൂൺ 6 മുതലാണ് പത്രിക നൽകാവുന്നത്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിനു പിന്നാലെ രാജ്യസഭാ സീറ്റ് വിഭജനം പൂർത്തിയാക്കണം. CPI ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ജോസ് കെ മാണിയുടെ രാജ്യസഭാ മോഹം പൊലിയാനാണ് സാധ്യത. റൊട്ടേഷൻ വ്യവസ്ഥയിൽ തീരുമാനമെടുക്കുന്ന രീതി കണക്കിലെടുത്താൽ ഊഴം CPIക്കാണെന്ന് CPM വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. 17 നിയമസഭാ സീറ്റുള്ള കക്ഷി എന്നതും അവർക്ക് മേൽക്കൈ നൽകുന്നു. കേരള കോൺഗ്രസിന് 5 നിയമസഭാംഗങ്ങളെ ഉള്ളൂ. രാജ്യസഭാ സീറ്റ് ലഭിക്കാതെ വന്നാൽ ജോസിന് പദവികൾ ഇല്ലാതെ കഴിയേണ്ടി വരും. രണ്ടാം പിണറായി സർക്കാർ വന്ന ശേഷം പ്രവർത്തനം നിലച്ച ഭരണപരിഷ്കാര കമ്മീഷൻ പുനരുജ്ജീവിപ്പിച്ച് അതിന്റെ അധ്യക്ഷസ്ഥാനം ക്യാബിനറ്റ് റാങ്കോടെ കേരള കോൺഗ്രസിന് നൽകി സാന്ത്വനിപ്പിക്കാൻ ശ്രമിക്കുമെന്ന പ്രചാരണം ശക്തമാണ്. ഈ പ്രചരണം കേരള കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്നു തന്നെയാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇന്നത്തെ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധികൾക്കിടെ ഭരണപരിഷ്കരണ കമ്മീഷൻ പദവി പുനരുജ്ജീവിപ്പിച്ചാൽ ഇത് വലിയ വിവാദമാകും. അല്ലെങ്കിൽ തന്നെ ബാർക്കോഴ വിവാദം കത്തിപ്പടരുമ്പോൾ വീണ്ടും ഒരു വടി പ്രതിപക്ഷത്തിന് കൊടുത്താൽ സംഗതി കൂടുതൽ വഷളാകും. ഇതിനിടെ UDFിലേക്ക് തിരികെ പോകണമെന്ന വാദം കേരള കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ കൂടുതൽ ശക്തമാകുന്നുണ്ട്. UDF ആകട്ടെ ഇനിയും പച്ചക്കൊടി കാണിച്ചിട്ടുമില്ല. ചുരുക്കി പറഞ്ഞാൽ മാണി ഗ്രൂപ്പിന് കറിവേപ്പിലയുടെ അവസ്ഥയാണിപ്പോൾ. കറിപ്പാത്രത്തിൽ നിന്ന് ഏത് നിമിഷവും വേസ്റ്റ് പ്ലേറ്റിലേക്ക് വലിച്ചെറിയപ്പെടാം. സ്വന്തം സീറ്റ് വേണ്ടെന്ന് വെച്ച് LDFന് ലഭിക്കുന്ന 2 സീറ്റുകൾ CPIക്കും കേരള കോൺഗ്രസിനും നൽകി CPM ഈ പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുമോ എന്നാണ് മറ്റൊരു ചോദ്യം. അതിന് വലിയ സാധ്യതയൊന്നും കാണുന്നുമില്ല. അപ്പോൾ ഒന്നുറപ്പാണ്, ജോസ്മോന്റെ ചീട്ട് കീറി. അതേസമയം സീറ്റ് കൂടിയേ തീരൂ എന്ന നിലപാടിലാണ് കേരള കോൺഗ്രസ്. സീറ്റ് നിഷേധിക്കപ്പെട്ടാൽ മധ്യതിരുവിതാംകൂറിൽ പാർട്ടിയുടെ സാധ്യത കൂടുതൽ പരുങ്ങലിലാവും. കൂടാതെ UDFിലേക്ക് തിരികെ പോകണമെന്ന വാദം കേരള കോൺഗ്രസിൽ കൂടുതൽ ശക്തമാകുമെന്നും പാർട്ടി നേതാക്കൾ സൂചിപ്പിക്കുന്നു. അതിനിടെ രാജ്യസഭാ സീറ്റിനായി LDFിൽ 2 പാർട്ടികൾ കൂടി രംഗത്തെത്തിയിട്ടുണ്ട്. RJD, NCP പാർട്ടികളാണ് രാജ്യസഭാ സീറ്റ് വേണമെന്ന ആവശ്യം ഉന്നയിച്ചത്. ലോക്സഭാ സീറ്റ് നിഷേധിച്ച സാഹചര്യത്തിൽ രാജ്യസഭാ സീറ്റ് പാർട്ടിക്ക് അനുവദിക്കണമെന്ന RJD നേതാവ് വർഗീസ് ജോർജ് ആവശ്യപ്പെട്ടു. രാജ്യസഭാ സീറ്റ് LDF യോഗത്തിൽ പാർട്ടി ആവശ്യപ്പെടുമെന്ന് NCP നേതാവും മന്ത്രിയുമായ AK ശശീന്ദ്രനും വ്യക്തമാക്കിയിട്ടുണ്ട്. പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് PC ചാക്കോയ്ക്ക് വേണ്ടിയാണ് NCP രാജ്യസഭാ സീറ്റ് ചോദിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ മിറർ.